കൊച്ചിയിൽ സിഗരറ്റ് നൽകാൻ വൈകിയതിന് കടയിലെ ജീവനക്കാരനെ മർദ്ദിച്ചു. പാലക്കാട് സ്വദേശിയായ യുവാവിനാണ് മർദ്ദനമേറ്റത്. വൈറ്റിലയിലെ കടയിലെത്തിയ മൂന്നംഗ സംഘമാണ് മർദ്ദിച്ചത്. പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഇന്നലെ വൈകിട്ടുണ്ടായ സംഭവത്തിൽ കടവന്ത്ര പോലീസ് കേസെടുത്തു. കടയിലെത്തിയ മൂന്നംഗ സംഘം സിഗരറ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ആ സമയം കടയിൽ ജ്യൂസ് അടിക്കുകയായിരുന്ന ജീവനക്കാരൻ അതിനുശേഷം സിഗരറ്റ് നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ അത്ര നേരം കാത്തു നിൽക്കാൻ കഴിയാത്ത സംഘം കടയ്ക്ക് മുന്നിൽ നിന്ന് അസഭ്യം പറഞ്ഞു. ഇത് ചോദ്യം ചെയ്തതിന് പിന്നാലെ മൂന്നംഗ സംഘം പ്രകോപിതരാവുകയും ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിക്കുകയുമായിരുന്നു. ട്രെയിനിനുള്ളിലെ ഡാൻസ് റീൽ. 2 യുവാക്കൾക്കെതിരെ റെയിൽവേ പോലീസ് കേസെടുത്തു. ഓടുന്ന ട്രെയിനിൽ നൃത്തം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ റീൽസ് ചിത്രീകരിച്ച 2 യുവാക്കൾക്കെതിരെ റെയിൽവേ പോലീസ് നിയമ നടപടി സ്വീകരിച്ചു. എറണാകുളം സ്വദേശിയായ ജിസ്മോൻ, മൂവാറ്റുപുഴ സ്വദേശി കിരൺ എന്നിവർക്കെതിരെയാണ് ആലുവ പോലീസ് കേസെടുത്തത്. മാർച്ച് 4-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ബംഗളൂരുവിൽ നിന്നും കേരളത്തിലേക്ക് വരികയായിരുന്ന ട്രെയിനിൽ തൃശൂർ ഭാഗത്ത് വെച്ചായിരുന്നു യുവാക്കളുടെ പ്രകടനം. ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ റെയിൽവേ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയതിനും പൊതുശല്യത്തിനുമാണ് റെയിൽവേ പോലീസ് ആക്ട് പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. യുവതിയെ പട്ടാപ്പകൽ നടുറോഡിലിട്ട യുവാവ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തുമ്പമൺ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ചാണ് യുവതിയുടെ തലയ്ക്ക് വെട്ടേറ്റത്. പന്തളത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന കിളിമാനൂർ സ്വദേശിനി ബിന്ദുവിനെയാണ് സുഹൃത്ത് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. ബിന്ദുവിനെ അടൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം. സംഭവത്തിൽ ഇവരുടെ സുഹൃത്തായ ആലപ്പുഴ സ്വദേശി സുമേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. സുമേഷും ബിന്ദുവും തമ്മിൽ സൗഹൃദത്തിലായിരുന്നുവെന്നും ഇരുവരും പിന്നീട് അകന്നുവെന്നുമാണ് വിവരം. ഇതിനിടയിലാണ് ബിന്ദുവിനെ സുമേഷ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. വയോധിക ദമ്പതികളെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് മണ്ണാർക്കാട് വയോധിക ദമ്പതികളെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മണ്ണാർക്കാട് ശിവൻകുന്ന് അംഗനവാടിക്ക് സമീപം അമ്പലക്കുളത്തിൽ വീട്ടിൽ അയ്യപ്പൻ, ഭാര്യ കല്യാണിക്കുട്ടി എന്നിവരാണ് മരിച്ചത്. വീടിനുള്ളിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇരുവരെയും കണ്ടെത്തിയത്. ഇരുവർക്കും വാർദ്ധക്യ സഹജമായ അസുഖങ്ങളുണ്ടായിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഇളയ മകൻ രാജൻ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് വീട്ടിലെത്തിയപ്പോഴാണ് മാതാപിതാക്കളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു.